രാജ്യത്തിന്റെ ഭരണഘടനാപരമായ നയങ്ങൾക്കും ചട്ടങ്ങൾക്കപ്പുറത്ത് കേരളത്തിന്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി കെ വാസുകി IAS-നെ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിച്ചുകൊണ്ട് സർക്കാർ ഇറക്കിയിരിക്കുന്ന ഉത്തരവ് ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. രാജ്യത്തിന്റെ ഭരണപരമായ കാര്യങ്ങളെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആ നിയമനത്തിൽ അപാകത കണ്ടെന്നു വരില്ല. എന്നാൽ ഭരണഘടനയെ നോക്കുകുത്തിയാക്കുന്ന തരത്തിൽ ഇടത് സർക്കാർ നടത്തിയിരിക്കുന്ന ഈ നീക്കത്തിൽ രാഷ്ട്രതന്ത്രജ്ഞന്മാരും IAS ഉദ്യോഗസ്ഥന്മാരുമെല്ലാം അമ്പരന്ന് നിൽക്കുകയാണ്. ഭരണഘടന അനുസരിച്ച് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ക്രയവിക്രയങ്ങളും നടക്കുന്നത് രാജ്യത്തിന്റെ കേന്ദ്ര സർക്കാരിന് കീഴിലാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനും സ്വന്തമായി വിദേശ രാജ്യങ്ങളുമായി ഒരു തരത്തിലുമുള്ള ക്രയവിക്രയങ്ങൾ നടത്താൻ ഭരണഘടന അനുവദിക്കുന്നില്ല. എന്നാൽ രാജ്യത്തിന്റെ ഭരണഘടന നിർദ്ദേശിക്കുന്ന എല്ലാത്തരം പെരുമാറ്റച്ചട്ടങ്ങളും പച്ചയ്ക്ക് ലംഘിക്കപ്പെടും എന്ന പ്രതീതി ജനിപ്പിക്കുമാറ് ഭരണഘടനാപരമായി മാത്രം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംസ്ഥാന സർക്കാർ വിദേശ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളുമായി നേരിട്ട് കൊടുക്കൽ വാങ്ങലുകൾ നടത്തുവാൻ ഒരുങ്ങുന്നു എന്നതാണ് നിയമനത്തെക്കുറിച്ചുള്ള ആക്ഷേപം. വിദേശ രാജ്യങ്ങളുമായുള്ള ഏകോപനത്തിന് പ്രത്യേകമായി രൂപീകരിച്ച ഡിവിഷൻ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. വിദേശ രാജ്യങ്ങളുമായുള്ള ഏതുതരം വ്യാപാരത്തിനും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി തേടണമെന്ന ചട്ടം നിലവിലുള്ളതിനാൽ നേരത്തെ തന്നെ വിദേശ രാജ്യങ്ങളുമായുള്ള ഏകോപനം ഉറപ്പാക്കുന്നതിനാണ് എക്സ്റ്റേണൽ കോർഡിനേഷൻ എന്ന ഡിവിഷനും രൂപീകരിച്ചിരിക്കുന്നത്. വാസുകിക്ക് നൽകിയ ചുമതലയ്ക്ക് പുറമെയാണിത്. ഇതെല്ലാം സുഗമമാക്കാൻ പാർലമെന്റ് പാസാക്കിയ നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരികയും ചെയ്യുന്നതടക്കമുള്ള സർക്കാർ നടപടികൾ ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുകയാണ്. കേരളത്തിൽ മാസം തോറും രണ്ടോ അതിലധികമോ വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികളും അംബാസഡർമാരുമൊക്കെ സന്ദർശനത്തിന് വരുന്നുണ്ടെന്നും വിവിധ വിദേശ രാജ്യങ്ങൾക്ക് സംസ്ഥാനവുമായി സഹകരിച്ചു പ്രവർത്തിക്കാൻ താൽപര്യമുള്ള മേഖലകളിൽ വ്യവസായ വാണിജ്യ ബന്ധങ്ങൾ സമാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുവാനും തുടർ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്താനുമൊക്കെയാണ് വാസുകി IAS-ന് ചുമതല നൽകിയതെന്നും ഇതിനായി സംസ്ഥാനത്തെ പൊതുഭരണ വകുപ്പും ദില്ലിയിലെ റെസിഡന്റ് കമ്മീഷണറും വാസുകിയെ സഹായിക്കണമെന്നുമാണ് വിവാദ നിയമനത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളുമായുള്ള ഇടപെടലിനായി മുമ്പ് ദില്ലി കേന്ദ്രമായി വേണു രാജാമണി IAS-നെ സംസ്ഥാന സർക്കാർ നിയമിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും അമേരിക്ക, ബ്രിട്ടൻ, ക്യൂബ, നോർവേ, ഫിൻലാൻഡ്, നെതർലാൻഡ്, സ്വിറ്റ്സർലാൻഡ്, ഫ്രാൻസ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ബഹ്റിൻ, UAE, ഇന്തോനേഷ്യ, സിംഗപ്പൂർ പര്യടനങ്ങൾ സുഗമമാക്കിയതും അദ്ദേഹമായിരുന്നു. കൂടാതെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ജോലി ചെയ്യുന്ന കേരളീയരുടെ ക്ഷേമം മുൻനിർത്തി പ്രവർത്തിക്കുന്ന നോർക്ക വകുപ്പിന്റെ സെക്രട്ടറിയായിരുന്ന സുമൻ പിള്ളയ്ക്ക് മുമ്പ് വിദേശ രാജ്യങ്ങളുമായുള്ള സഹകരണത്തിന് ചുമതല നൽകിയെങ്കിലും ഭരണഘടനാപരമായ പരിമിതികൾ മൂലം അദ്ദേഹം അതിൽ സജീവമായി ഇടപെട്ടിരുന്നില്ല എന്നാണ് വാർത്തകൾ. വിദേശ രാജ്യങ്ങളും വിദേശകാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല പ്രതിരോധം. അന്താരാഷ്ട്ര വ്യാപാരം, ബാങ്കിംഗ്, കറൻസി, ആദായനികുതി, തിരഞ്ഞെടുപ്പ്, പത്രങ്ങൾ തുടങ്ങിയ 100ഓളം വിഷയങ്ങൾ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിൽ മാത്രം പെടുന്നവയാണ്. കൺകറന്റ് ലിസ്റ്റ് എന്നറിയപ്പെടുന്ന സംയുക്ത പട്ടികയിൽപ്പെടുന്ന വിഷയങ്ങളിലല്ലാതെ മറ്റൊരു കാര്യങ്ങളിലും ഒരു സംസ്ഥാനങ്ങൾക്കും ഒരു അധികാരവുമില്ല എന്ന കീഴ്വഴക്കങ്ങൾ നിലനിൽക്കെ വിദേശ സഹകരണത്തിന് IAS ഉദ്യോഗസ്ഥയെ ചുമതലപ്പെടുത്തിയതും ഡിവിഷൻ രൂപീകരിച്ചതും കേന്ദ്രം ഇപ്പോൾ ഗൗരവമായി പരിശോധിക്കുകയാണ്.